എന്തായി ബെൽറ്റ് കിട്ടിയോ? ബെൽറ്റ് എവിടുന്നും കിട്ടിയില്ല. കുറേ ആൾക്കാരോട് ചോദിച്ചു, ആരും എഴുതി തരില്ല. പിന്നെ കുറെ ആൾക്കാർ ഉപയോഗിച്ചാലുണ്ട് തന്നെ എന്ന് വെച്ചാൽ വായ്പെങ്കിലും തരുമോ, ഇതിന്റെ കുറഞ്ഞിട്ട് ഞാനത് തരാം, ബെൽറ്റ് ഇടാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിനി. ഓരോ ആരും തന്നില്ല. പിന്നെ പൊടിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ ആരോന്ന് പറഞ്ഞ് ജ്യൂസ് കുടിച്ചാൽ മാറും, ഞാൻ അതിന്റെ വേക്ക് നടക്കാൻ എനിക്ക് ആവില്ല അടിച്ച് ജ്യൂസൊക്കെ നിർത്തി. പിന്നെ ഞങ്ങള് ചങ്ങാഴ്ചകളെല്ലാരും കൂടി പൊളിച്ചൊക്കെ നീച്ചേർന്ന് അടുത്ത പരിപാടി തുടങ്ങി. അത് നല്ല രസേനി, എല്ലാരും കൂടി നടക്കുമ്പോ രസാണല്ലോ, നല്ല തീരുമാനം, നല്ലതാണല്ലോ ആരോഗ്യത്തിന്. അങ്ങനെ ഞങ്ങള് നടന്ന് 2 ആഴ്ച വരെ നടന്ന്, നല്ല രസാ. നല്ല വർത്താനൊക്കെ കേട്ടിങ്ങനെ എല്ലാ വർത്താനും അറിയാലോ, എല്ലാ പേരെത്തി 4-5 ആൾക്കാർ കൂടിയാൽ തന്നെ അറിയാലോ, മറ്റുള്ള വർത്താനം മൊത്തായി. നാട്ടുവർത്താനം കേൾക്കാൻ പോയതാണോ അല്ല വെയിറ്റ് കുറക്കാൻ പോയതാണോ? അല്ല, വെയിറ്റ് കുറക്കാനാണ്. എൻ്റെ കൂടെ ഇതും സൈഡായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ പോയേനി. നിങ്ങളുടെ കഥ കേൾക്കണോ? ഞങ്ങള് അങ്ങോട്ട് പോയി നടന്ന് വരുമ്പോ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. ചങ്ങാഴ്ചന്റെ വീടാ പൗതിയക്കലാ. അപ്പോൾ ഓള് അറിയുമ്പോൾ കയറിയോളി ചായ അടിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ട് പോകുന്നത് നാട്ടുകാർ കണ്ട് വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്ത്, പെരയിൽ ഞങ്ങളൊക്കെ പെരയെ പോയി പറഞ്ഞു കൊടുത്ത്, ഇതിനാണ് നടക്കാൻ പോണത്, ഇങ്ങനെ നടന്നിട്ട് എന്താ അറിഞ്ഞ് പെരക്കാരറിഞ്ഞ് അവൻ നിർത്തിപ്പിച്ച്. അല്ലാണ്ട് നിങ്ങളല്ലാണ്ട് പിന്നെ നടക്കാൻ പോയി ചായ പലഹാരമൊക്കെ കുടിച്ചിട്ട് ആരെങ്കിലും വരുമോ? അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടാവില്ല. അപ്പം പിന്നെ ആദ്യമായിട്ട് കേൾക്കുക ഇതൊക്കെ. എന്നാ പിന്നെ ജിമ്മിനെങ്കിലും പോയി കൂടായിരുന്നോ? ആ കഥ പറയണ്ട. അയ്യും കാലൊക്കെ പിടിച്ച് ജിമ്മിന് പോയി. അവിടെ എത്തി നോക്കുമ്പോ ഓരോരുത്തരും ഓരോ പണിയിൽ, ഒരാൾ മറ്റേത് പൊക്കണ്, ഒരാൾ ഓടണ്, അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിൽ, ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തോടത്തൊന്നും എനിക്ക് പോകാൻ ഇഷ്ടമില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്താ നിങ്ങളിങ്ങനെ? ജിമ്മിൽ അങ്ങനെ തന്നെയല്ലേ, ഓരോരുത്തർ അവരവരെ പണിയെടുക്കും. അമ്മക്ക് പറ്റൂല. നമുക്ക് ആ സമയത്ത് പോവുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു വരിക. അല്ലാതെ നാട്ടുവർത്താനം അവിടെയും പറയാം, നിങ്ങൾ നിന്നാല് നിങ്ങളാരും ഓടിച്ചോടൂലേ അവിടെ? ജിമ്മിപ്പോ നമ്മളെ പോലത്തേക്ക് പറ്റും, നിങ്ങൾക്ക് തോന്നില്ല. ആരോടും ആട്ടുംകെട്ടും മിണ്ടാതൊക്കെ ഇത് എന്താ പതി മനുഷ്യന്മാർ കാണാത്ത പോലെ മാതിരി ആട്ടുംകെട്ടും കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ചെയ്തോളി. യൂട്യൂബിലൊക്കെ വെക്കുമല്ലോ ഇങ്ങനെ ഡാൻസിന്റെ പാട്ട്, സൂംബ ഡാൻസ് ഒക്കെ. അത് വെക്കുക. എന്നിട്ട് നമ്മളെ റൂമിൽ തന്നെ, അതിലൊന്നും ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, കുറെ ചാടി കളിക്കുക, ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ എടുക്കുക, കയ്യും കാലൊക്കെ അനക്കുക, നീട്ടുക, ചാടുക, കളിക്കുക, അങ്ങനെ ആ പാട്ടിനൊത്ത് ചെയ്യുക. അത് നല്ലതാ, നല്ലോണം വേർക്കും. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ചെയ്തോളൂ. നടക്കാൻ പോയാൽ ഇങ്ങനെ തന്നെയാണ്. ഞാനും നടക്കാൻ പോലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആൾക്കാർ ചോദിക്കും, ഡോക്ടറെ നിങ്ങൾ എന്താ കാറ് വിറ്റോ എന്തിനാ നടക്കണെന്ന് ചോദിക്കും. അങ്ങനെ ഞാനത് നിർത്തിയതാ. എന്നെല്ലാം പറഞ്ഞേ, നമ്മളെ പെരേത്താത്തിൽ ഉത്തരവാദിത്തം നാട്ടുകാർക്ക് ഉണ്ടാവും. നമ്മള് നടക്കാൻ പോയാല് ഭയങ്കര ശ്രദ്ധ നമ്മളെ കാര്യത്തിൽ തന്നെ. ഓട്ടോ നിന്ന് മറ്റേ ജിമ്മ് നിന്ന്, എന്നാ കുറച്ച് ദിവസം ഒന്ന് തുള്ളി കളിച്ചോക്കട്ടോ, അറിയോ നോക്കാലോ.